അവസാനം കീഴടങ്ങേണ്ടി വന്നു CPM-ന്. CPI-യുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന അവരുടെ ശൈലിയോട് പൊരുത്തപ്പെടേണ്ടി വന്നു. കീഴടങ്ങിപ്പോകുന്നത് തെറ്റാണ് എന്ന് കരുതാതിരിക്കുവാനും കഴിയില്ല. കാരണം PM ശ്രീ പദ്ധതിയിൽ CPI മുന്നോട്ട് വെച്ച ഉപാധി അത് അംഗീകരിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് CPM അവസാനം ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുവാൻ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്ത് നൽകും. ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. കേന്ദ്രത്തിന് കത്ത് നൽകാൻ CPM ഇടപെട്ട് ധാരണയായി എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ CPI വിജയിക്കുകയാണ്, അവർ മന്ദഹസിക്കുകയാണ്. പദ്ധതിയിൽ സമവായമുണ്ടായില്ലെങ്കിൽ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള അഭ്യൂഹമടക്കം പരന്നതോടുകൂടിയാണ് CPM നിലപാട് മയപ്പെടുത്തിയതും. ഒപ്പം തന്നെ പദ്ധതിയിൽ ഇളവ് നൽകണമോ അല്ലെങ്കിൽ ഇളവ് നൽകണോ എന്നുള്ള കാര്യം കേന്ദ്രം തീരുമാനമെടുക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി ഇത് ഒരു കത്തയച്ചാൽ പോലും എന്തൊക്കെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നതാണ്. അതായത് കരാറിൽ നിന്നും പൂർണ്ണമായിട്ട് പിൻവാങ്ങാൻ എന്തായാലും CPM-ന് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മാനദണ്ഡങ്ങളിൽ ചില ഇളവ് മാത്രമാണ് ആവശ്യപ്പെടുക. വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഉടൻ തന്നെ മുന്നണി യോഗം ചേരുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് CPI മുന്നോട്ട് വെച്ച ചില നിലപാടുകൾ അത് വളരെ ശക്തമായ നിലപാടുകളായിരുന്നു. ആ നിലപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തായാലും കരാറിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങാൻ കഴിയില്ല. പക്ഷേ അതിനകത്തുള്ള ചില മാനദണ്ഡങ്ങൾ എന്താണ്, അതിനകത്ത് ഇളവ് വരുത്താൻ കഴിയും. അങ്ങനെയെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയപ്പെടുന്ന CPM-ന് ജനങ്ങളോട് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് CPI മുന്നോട്ട് വെച്ച നിലപാടിനോട് അല്ലെങ്കിൽ അവരുടെ നയങ്ങളോട് യോജിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. പലപ്പോഴും നവലിബറൽ ആശയങ്ങളടക്കം പലപ്പോഴും തള്ളിക്കളയുന്ന ഒരു പാർട്ടിയായിട്ട് CPM അധപ്പതിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് കമ്മ്യൂണിസം ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ കമ്മ്യൂണിസം മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ കുറച്ചുകൂടി ആധികാരികമായി ചിന്തിക്കുവാനും കമ്മ്യൂണിസത്തെ കുറച്ച് മനസ്സിനോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അവർക്ക് ഇങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ചിന്തിക്കുകയും ചെയ്യുക. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഉത്തരവാദിത്തം പിണറായിയിലും CPM-ലും നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ഇവിടെ ഒതുങ്ങിയേ മതിയാകുമെന്ന്. അപ്പോൾ CPI-യുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ വിജയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കത്തിൻ്റെ ഉള്ളടക്കവും അടക്കം വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി അവർ കേന്ദ്രത്തിലേക്ക് കത്തയക്കുക എന്നുള്ളതാണ്. ആ കത്തയക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. ആ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇത് ചിലപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നവംബർ 5-ന് വരാനിരിക്കുമ്പോഴാണ് പ്രശ്നം ഒത്തുതീർന്നില്ലെങ്കിൽ ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അടക്കം അവതാളത്തിലാകും എന്നുള്ളത് കൊണ്ടുള്ള ഒരു അയഞ്ഞു കൊടുക്കൽ മാത്രമാണിത്. അല്ലാതെ ഇത് സത്യസന്ധമായിട്ടും CPI-യോട് യോജിച്ചു പോകുന്ന ഒരു സംവിധാനമൊന്നുമല്ല. അപ്പോൾ ഇതിന് മുന്നിൽ ഇതൊക്കെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ CPI-യുടെ ഈ നിലപാടിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന് യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ല. വളരെ വലിയ അമർഷവുമുണ്ട്. കാരണം 2 പ്രധാന തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന സമീപനം CPI സ്വീകരിച്ചതിൽ CPM നേതൃത്വത്തിനടക്കം ഇതിനോട് പരമപുച്ഛമാണ്. അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഈ PM ശ്രീയിൽ നിന്ന് പൂർണ്ണമായിട്ടും CPM-ന് പിന്നാക്കം പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഭയമുണ്ട്. എന്തായാലും പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ പിന്നോട്ട് പോയാൽ തന്നെ പലതരത്തിലും ഇത് ഈ സർക്കാരിനെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീയുടെ ധാരണാപത്രം റദ്ദാക്കിയില്ലെങ്കിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചപ്പോൾ അതിനെ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ശരി എങ്കിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാം, ഒരു കത്തയച്ചു നോക്കി ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന്, അല്ലാതെ പിന്നാക്കം പോക്കല്ല, പക്ഷേ ഇതിനകത്ത് ചില തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. PM ശ്രീ എന്ന് പറയപ്പെടുന്ന ധാരണാപത്രം റദ്ദാക്കുക എന്ന CPI-യുടെ ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങാൻ CPM-ഉം സർക്കാരും തീരുമാനിച്ചതോടുകൂടി CPI-യും ഒരു അനുനയ പാതയിലേക്ക് എത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുവാനാണ് ഇപ്പോൾ ഒരു നീക്കം നടക്കുന്നത്. മാത്രമല്ല CPI അനുനയിപ്പിക്കാനുള്ള അവസാനഘട്ട പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അടവ് നയമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ പദ്ധതിയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കാൻ പോവുകയാണ്. അങ്ങനെ കത്തയച്ച് ആ കേന്ദ്രത്തിൽ നിന്ന് തീരുമാനം വരുന്നത് വരെ പദ്ധതിയെ മരവിപ്പിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. ആ സമയം കഴിയുമ്പോഴത്തേക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏകദേശം അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ അതുവരെ CPI-യെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല ഇപ്പോൾ ഇതിനകത്ത് CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതും കമ്മ്യൂണിസത്തിന് ചേരാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് നിരക്കാത്ത കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല എന്നൊരു സമീപനം കൂടി പിണറായിക്ക് മുമ്പിലിട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ച് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ
പല കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ശ്രീ പിണറായി വിജയൻ എത്തിച്ചേരും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും PM ശ്രീയിൽ നിന്ന് പൂർണ്ണമായി CPM അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ പിന്നോട്ട് പോകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പാണ് എന്നുള്ളതാണ്. അതേസമയം നിബന്ധനകൾ മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഇളവ് തേടാനുള്ള അവസരം തേടുക എന്നുള്ളത്. ഇനി ഇങ്ങനെ ഇളവ് തേടിയാൽ പോലും അല്ലെങ്കിൽ കത്തയച്ചാൽ പോലും ഇതൊക്കെ അംഗീകരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് മുമ്പ് ഇതുപോലെ തന്നെ CPI സ്വീകരിച്ച ഇതേ നിലപാട് മുൻപ് സ്വീകരിച്ചിരുന്ന ഘട്ടങ്ങളിലൊക്കെയും CPI പലതരത്തിലും അനുനയിപ്പിക്കുവാനുള്ള ശ്രമം CPM നടത്തിയിട്ടുണ്ട്. ആ അടവ് നയങ്ങളിലൊക്കെ CPI വീണിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ നമ്മൾ നടക്കുന്നത്, അതായത് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം പിന്മാറുക എന്ന് പറയപ്പെടുന്ന രീതി നടപ്പിലാകുന്നില്ല. മുമ്പ് ഒരിക്കൽ ഈ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ട പഞ്ചാബ് സർക്കാർ പിന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് പഞ്ചാബിനുള്ള സർവശിക്ഷാ അഭിയാൻ ഫണ്ട് അടക്കം കേന്ദ്ര സർക്കാർ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഇതോടുകൂടിയാണ് ധാരണാപത്രവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പഞ്ചാബ് സർക്കാർ പിന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതെല്ലാം ഗൗരവത്തിൽ നമ്മുടെ കേരള സർക്കാരും ഏറ്റെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കേന്ദ്ര പദ്ധതിയിൽ നിന്നും പിന്മാറുന്നത് കേന്ദ്ര ഫണ്ടുകളുടെ വരവിനെയും അത് കാലാകാലങ്ങൾ കിട്ടേണ്ടി വരുന്ന എല്ലാ ഫണ്ടുകളെയും ബാധിക്കുന്ന തരത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ എന്തായിരിക്കും ഇനി ഇതിനകത്ത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നുള്ള? ഈ കരാറ് പാലിക്കാതിരുന്നാൽ എന്തൊക്കെ ചെയ്യാം? മറ്റു പദ്ധതികളിലെ പണം തടഞ്ഞു വയ്ക്കുവാൻ കേന്ദ്രത്തിന് കഴിയുമോ എന്ന് വെച്ചാൽ കഴിയും. വേണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം PM ശ്രീയിലെ കേരളത്തിലെ ചർച്ചകൾ കേന്ദ്രം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പദ്ധതിയിലെ ആദ്യ ഗഡു അത് വാങ്ങി പിന്മാറുവാനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കം മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരും ഇതിനെക്കുറിച്ച് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആദ്യ ഗഡു നൽകുന്നതിലടക്കം കരുതലുകൾ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. CPIയുമായുള്ള CPMന്റെ ഉഭയകക്ഷി ബന്ധത്തിന്റെ പോക്കും കേന്ദ്രം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല PM ശ്രീ പദ്ധതി അതിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ അത് ഗൗരവത്തിൽ കേന്ദ്ര സർക്കാർ കാണുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ കേരളത്തിലെ രാഷ്ട്രീയം വളരെ ഗൗരവത്തിൽ തന്നെ നിരീക്ഷിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവർ പറയുന്നത് പോലെ 1448 കോടി രൂപ വാങ്ങിയതിനു ശേഷം പിന്മാറുക, ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കുക എന്നതാണോ പിണറായി സർക്കാരിൻ്റെ രീതി എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ അവലോകനം നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ കരാർ പാലിക്കാതിരുന്നാൽ പണം തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാർ കടുത്ത നിലപാടുകൾ എടുത്തേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. പിന്നൊന്ന് PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവശിക്ഷ കേരളയുടെ ഫണ്ട് തടഞ്ഞു വെച്ചതുപോലെ തന്നെ കരാർ പാലിക്കാതിരുന്നാൽ മറ്റു പദ്ധതികളുടെ പണം അടക്കം തടഞ്ഞു വയ്ക്കുവാൻ കേന്ദ്രത്തിന് കഴിയുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വായ്പാ തുക അനുവദിക്കാതിരുന്നത്, ആ വായ്പാ തുക അനുവദിക്കലിൽ അടക്കം കേന്ദ്രം ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കേരളത്തിൻ്റെ തുടർ ആവശ്യമൊന്നും പരിഗണിക്കുകയുമില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ കിഫ്ബി വായ്പകളിൽ അടക്കം നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ പുതിയ ഒരു തലത്തിലേക്ക് എത്തിക്കപ്പെടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ച് CPI രംഗത്ത് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഇത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ CPI അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ചില കൊണ്ടുപിടിച്ച ചർച്ചകളൊക്കെ MA ബേബിയുടെ ഭാഗത്ത് നിന്ന്, MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നും, പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ സ്കൂൾ പട്ടിക തയ്യാറാക്കൽ അടക്കം PM ശ്രീയുടെ തുടർ നടപടികൾ ഇപ്പോൾ കേരളത്തിൽ നിർത്തിവച്ചിരിക്കുന്നത്. നിശബ്ദത പാലിക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ധാരണാപത്രം റദ്ദാക്കാതെ യാതൊരു തരത്തിലുള്ള ചർച്ചയും ഇനി നടക്കില്ല, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നുള്ള CPIയുടെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു രീതിയിലേക്ക്, ഒരു ഉപാധികളിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും CPI സംസ്ഥാന സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വം തള്ളിക്കളയുന്ന കാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് തീരുമാനം എടുക്കാമെന്ന് CPI ദേശീയ നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ധാരണാപത്രം റദ്ദാക്കണം എന്നുള്ള കാര്യം കൂടി ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം, CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം ഇവരോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കരാറ് പാലിക്കാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിനെ, കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ സംസ്ഥാന സർക്കാരിന് നൽകാതിരിക്കാമോ അതൊക്കെ നൽകാൻ കഴിയും, അല്ലെങ്കിൽ നൽകാതിരിക്കാൻ കഴിയും എന്നുള്ള. അപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ അത് കേരളത്തിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അത് കൂപ്പുകുത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് പറ്റിച്ച് കടന്നു കളയാമെന്നുള്ള രീതിയാണ് അവലംബിക്കാൻ പോകുന്നതെങ്കിൽ പിണറായി വിജയനും V ശിവൻകുട്ടിയും അടങ്ങുന്ന വിദ്യാഭ്യാസ വകുപ്പ് ആ തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ കേരളം പെട്ടത് തന്നെ
കടക്കണിയിലാകുകയല്ലാതെ മറ്റു വഴിയില്ല. ഇപ്പോൾ തന്നെ ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ കടക്കണിയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെയാണ് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൂടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവനകൾ കൂടി ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കേരളം എന്ന് പറയപ്പെടുന്നത് ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് ദാരിദ്ര്യാവസ്ഥയിലേക്ക് കൂപ്പുകുത്തി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.